സോ അടുത്തത് 5th യൂണിറ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. സോ അതിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ ഫാർമക്കോളജി ഓഫ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റ്. അപ്പോൾ ആദ്യം എന്താണ് ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ് എന്ന് ഡിഫൈൻ ചെയ്യുക, ഡ്രഗിനെ ക്ലാസിഫൈ ചെയ്യുക, ദെൻ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ ഫാർമക്കോളജി ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എഴുതുക, അതുപോലെ അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്, അഡ്വേഴ്സ് എഫക്റ്റ്, യൂസ്, ഇത്രയും കാര്യങ്ങൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ എഴുതണം. അപ്പോഴാണ് ആ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുള്ളൂ. അടുത്തത് പാർക്കിൻസൺ ഡിസീസിനെ ഡിഫൈൻ ചെയ്യുക, ദെൻ ആൻറ്റി പാർക്കിൻസൺ ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷനും ആക്ഷൻസ്, അതായത് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആൻഡ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ലീവോഡോപ്പയെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലീവോഡോപ്പയുടെ അഡ്വേഴ്സ് എഫക്റ്റ്, ദെൻ അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസും കൂടെ എഴുതാം. പിന്നെ അടുത്തത് പാർക്കിൻസൺ ഡിസീസിൻ്റെ തന്നെ ട്രീറ്റ്മെൻ്റ് ആണ്, അതായത് ഡ്രഗ്സ് എന്താണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുക, ദെൻ ലീവോഡോപ്പയുടെ ഫാർമക്കോളജി ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലീവോഡോപ്പയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ, അഡ്വേഴ്സ് എഫക്റ്റ്, യൂസ്, ഇത്രയും കാര്യങ്ങൾ എഴുതാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഓപ്പിയോയിഡ് അനാൽജസിക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, ദെൻ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും മോർഫിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ മെക്കാനിസത്തിൽ അത് ഓപ്പിയോയിഡ് റിസപ്റ്റാസ് ചെന്ന് ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം പറയാം, ദെൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എഴുതാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റും അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ദെൻ ഓപ്പിയോയിഡ് അനാൽജസിക്സിൻ്റെ ഡെഫിനിഷനും ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇവിടെ പിന്നെ മോർഫിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനും ADR തന്നെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് എഴുതുമ്പോൾ മോർഫിൻ്റെ അതിൽ മെയിനായിട്ടും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു ADR ഉണ്ടായിരിക്കണം, അതുപോലെ ആ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഒരു അബ്യൂസ് ചെയ്യുന്നൊരു ക്ലാസ് ഓഫ് ഡ്രഗാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ADRൽ മെയിനായിട്ടും അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ട്. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യനിൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വിത്ത് ദെയർ തെറാപ്യൂട്ടിക് യൂസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് എന്താണെന്ന് പറയുക, ഡ്രഗിനെ ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെ യൂസസ് എഴുതുക. യൂസസ് എന്ന് പറയുമ്പോൾ മേജർ സൈക്കോസിന് അല്ലെങ്കിൽ ഷിസോഫ്രീനിയ ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഡ്രഗ് ഉണ്ടാകും. ചിലവർ ഈ പറയുന്ന പോലെ ചില ഡ്രഗ് ആൻറ്റി ആൻസൈറ്റിക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ മാനിയെ ട്രീറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു സൈക്കോട്ടിക് ഡ്രഗ്സിലുള്ള ഡ്രഗ്സ് തന്നെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനും ഉപയോഗിക്കുന്നുണ്ട്. സോ ആ യൂസ് ചെയ്താൽ അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ട് അതിൽ നിന്നും ഏതെങ്കിലും 2 ക്ലാസ്സിൻ്റെ മെക്കാനിസവും കാര്യങ്ങളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് വേണം ഈ ഒരു യൂസും കൂടെ എഴുതി ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അടുത്തത് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ക്ലോർപ്രൊമാസിൻ. ആൻറ്റിസൈക്കോട്ടിക്കിൽ വരുന്നതാണ് ക്ലോർപ്രൊമാസിൻ. സോ അത് ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ഫിനോതയസീൻസിൽ വരുന്നതാണ് ക്ലോർപ്രൊമാസിൻ എന്ന് പറയുന്ന ഡ്രഗ്. സോ ഫിനോതയസീൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് മെക്കാനിസവും യൂസും ADR ആണ് ക്ലോർപ്രൊമാസിൻ്റെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ മെക്കാനിസവും ഫാർമക്കോളജിക്കൽ ആക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്, ഡ്രഗിനെ ക്ലാസിഫൈ ചെയ്യുക, ക്ലാസിഫിക്കേഷനിൽ നിന്നും ഏതെങ്കിലും 2 ക്ലാസ്സിൻ്റെ മെക്കാനിസവും അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസും എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ മെക്കാനിസം ADR ആണ്. അപ്പോൾ ഈ ഒരു ആൻറ്റി സൈക്കോട്ടിക്സ് ഒക്കെ എഴുതുമ്പോൾ അതിൽ മെക്കാനിസത്തിൽ ഫിഗർ മസ്റ്റാണ്, ഫിഗർ വരച്ചിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അടുത്തത് സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, ആ ഒരു ക്ലാസ് ഓഫ് ഡ്രഗിൻ്റെ മെക്കാനിസവും യൂസും ADR ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഫാർമക്കോളജി ഓഫ് ലിഥിയം കാർബണേറ്റ്. ലിഥിയം കാർബണേറ്റ് ആൻറ്റി മാനിക് ഡ്രഗാണ്, അല്ലെങ്കിൽ മാനിയെ ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഡ്രഗാണ്. സോ അതിൻ്റെ ആ ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്താണെന്നുള്ളത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പാർക്കിൻസൺ ഡിസീസിൽ വരുന്ന ഡ്രഗും ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രഗിൻ്റെ ഫാർമക്കോളജി ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ പറയുന്ന പോലെ ലീവോഡോപ്പ തന്നെ എടുത്ത് അതിൻ്റെ ആ ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷൻ എഴുതാം, മെക്കാനിസം ഓഫ് ആക്ഷൻ, ADR, യൂസ്, ഇത്രയും കാര്യങ്ങൾ ഒരു ഡ്രഗിനെ കുറിച്ച് അതിൽ എഴുതാം. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ മോണോ അമിനോ ഓക്സിഡേസ് B ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രഗ് ഏതാണ് ഡ്രഗ് വരുന്നത്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ്, യൂസ്, ഇത്രയും കാര്യങ്ങൾ വേണം അവിടെ എഴുതാനായിട്ട്. നെക്സ്റ്റ് അൽഷിമേഴ്സ് ഡിസീസിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗിൻ്റെ ഫാർമക്കോളജി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഡൊണേപ്പസിൽ അല്ലെങ്കിൽ ടാക്രിനൊക്കെയാണ് ഡ്രഗ് വരുന്നത്. സോ അതിൻ്റെ ആ ഒരു ഫാർമക്കോളജി, അതായത് മെക്കാനിസം എന്താണ്, അഡ്വേഴ്സ് എഫക്റ്റ്, യൂസ്, ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്, ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് CNS സ്റ്റിമുലൻസിൻ്റെ ക്ലാസിഫിക്കേഷനും ആംഫിറ്റമൈൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ഷുഡ് റൈറ്റ് വാട്ട് ഈസ് CNS സ്റ്റിമുലൻ്റ് ഡ്രഗ്സ്, ദെൻ ക്ലാസിഫൈ വിത്ത് എക്സാമ്പിൾ, ദെൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ആംഫിറ്റമൈനും എഴുതിയാൽ മതി.
അടുത്ത ഡ്രഗ് ഓപ്പിയോയിഡ് അനാൽജസിക്സിൻ്റെ ക്ലാസിഫിക്കേഷനും മോർഫിൻ്റെ യൂസാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ മോർഫിൻ്റെ തന്നെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻ മാത്രം എഴുതിയാൽ മതി. മെക്കാനിസവും ADR ഒന്നും വേണ്ട. ഫാർമക്കോളജി ഓഫ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം അവിടെ എഴുതാനായിട്ട്. അടുത്തത് മോർഫിൻ പോയിസണിങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. സോ മോർഫിൻ പോയിസണിങ് അതിൻ്റെ സിംറ്റംസും ട്രീറ്റ്മെൻറ്റും എന്ന് പറയുമ്പോൾ മോർഫിൻ നമ്മൾ ഓപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റാണ് കൊടുക്കുക. നെൽട്രക്സോൺ, നെലോക്സോൺ ഒക്കെയാണ് ഡ്രഗ് വരുന്നത്. സോ ആ ഒരു ആൻറ്റഗോണിസ്റ്റിനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ആക്ഷനും ഡോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഈ ഒരു മോർഫിൻ പോയിസണിങ് എന്ന് പറയുമ്പോൾ മോർഫിൻ എന്ത് ഡ്രഗാണ്, ഏത് കാറ്റഗറി ഡ്രഗാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് കൊടുത്തിട്ട് ദെൻ അതിൻ്റെ ആ ഒരു പോയിസണിങ്ങിലോട്ട് പോയാൽ മതി. അടുത്തത് 2 മാർക്സ് ആണ്. ഒലാൻസെപ്പീൻ്റെ ADR ചോദിച്ചിരിക്കുന്നത്. അതുപോലെ മെക്ലോബൊമൈഡിൻ്റെ യൂസ്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ ADRകൾ, അതുപോലെ തന്നെ ഇമിപ്രാമിൻ്റെ ടോക്സിസിറ്റിയും അതിൻ്റെ യൂസും. ദെൻ ഏതെങ്കിലും 4 ആൻറ്റി ആൻസൈറ്റി ഡ്രഗ്സിൻ്റെ പേര് എഴുതുക. അടുത്തത് ആൻറ്റി മാനിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക. ദെൻ ലിഥിയം കാർബണേറ്റ് ആൻറ്റി മാനിക് ഡ്രഗാണ്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ലീവോഡോപ്പയുടെ ADR. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്സ് ആയതുകൊണ്ട് ആസച്ച് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസറായിട്ട് എഴുതിയാൽ മതി. ദെൻ കാർബിഡോപ്പയും ലീവോഡോപ്പയും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ റാഷണൽ അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് കോമ്പിനേഷനിൽ കൊടുക്കുന്നത്, അത് നമ്മൾ ബെനിഫിറ്റ് ഓഫ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ നോട്ട് തന്നതിലുണ്ട്. സോ ആ ഒരു പോയിൻറ്റ്സ് അവിടെ എഴുതി ഇൻക്ലൂഡ് ചെയ്യണം. അതിൽ കുറച്ചധികം പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് ആസച്ച് നിങ്ങൾക്ക് തന്നേക്കുന്ന നോട്ടാണ്, അത് തന്നെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഹാലോപിരിഡോളിൻ്റെ വൈ ലീവോഡിപ്പ ഈസ് നോട്ട് ഇഫക്റ്റീവ് ഇൻ ഹാലോപിരിഡോൾ ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം. അതായത് ഹാലോപിരിഡോൾ ഡ്രഗ് കഴിക്കുമ്പോൾ അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റായിട്ട് പാർക്കിൻസൺസ് ഡിസീസ് ഡെവലപ്പ് ചെയ്യും. സോ ആ ഒരു കേസിൽ നമുക്ക് ലീവോഡോപ്പ കൊടുക്കാൻ പറ്റില്ല ട്രീറ്റ്മെൻറ്റിന്. അത് എന്തുകൊണ്ടാണെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാലോപിരിഡോൾ ലീവോഡോപ്പയുടെ എഫിക്കസി കുറയ്ക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി പാർക്കിൻസൺ ഡിസീസ് ഉള്ളത് കൊണ്ടാണ് ലീവോഡോപ്പ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ലീവോഡോപ്പ കൊടുത്തിട്ട് ഉണ്ടായ ആ ഒരു ലീവോഡോപ്പ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പാർക്കിൻസൺ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലീവോഡോപ്പ ഡ്രഗ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലീവോഡോപ്പ ഈസ് നോട്ട് ഇഫക്റ്റീവ് ഇൻ ഹാലോപിരിഡോൾ ഇൻഡ്യൂസ്ഡ് പാർക്കിൻസൺ ഡിസീസ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് ഹാലോപിരിഡോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ ഹാലോപിരിഡോൾ കഴിക്കുമ്പോൾ അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടാണ് എന്ത് വന്നത്, ഈ ഒരു പാർക്കിൻസൺ ഡിസീസ് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലീവോഡോപ്പ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോപിരിഡോൾ എന്ത് ചെയ്യുന്നു, ഈ ലീവോഡോപ്പയുടെ എഫിക്കസി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പാർക്കിൻസൺ ട്രീറ്റ് ചെയ്യാനായിട്ട് ലീവോഡോപ്പ കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഹാലോപിരിഡോൾ എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുന്നു. സോ ഹാലോപിരിഡോൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാലോപിരിഡോൾ കഴിക്കുന്ന പേഷ്യൻറ്റിന് പാർക്കിൻസൺ ഡിസീസ് ഉണ്ടെങ്കിൽ ആ പാർക്കിൻസൺ ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ ലീവോഡോപ്പ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഹാലോപിരിഡോൾ എന്ന് പറയുന്ന ഡ്രഗ് ലീവോഡോപ്പയുടെ എഫിക്കസി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡോപ്പമൈൻ റിസപ്റ്റാസിൻ്റെ നമ്മുടെ സ്ട്രയേറ്റത്തിലുള്ള ഡോപ്പമൈൻ റിസപ്റ്റാസിനെ ചെന്നിട്ട് ഈ ഹാലോപിരിഡോൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, ലീവോഡോപ്പ കഴിച്ചാലും ലീവോഡോപ്പയ്ക്ക് ചെന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് അവിടെ റിസപ്റ്റാറുകൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹാലോപിരിഡോളും ഡോപ്പമൈൻ അല്ലെങ്കിൽ ഹാലോപിരിഡോൾ ലീവോഡോപ്പയും കൂടെ ഒന്നിച്ച് കൊടുക്കാത്തതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ പാർക്കിൻസൺ ഡിസീസ് ഉള്ളൊരു പേഷ്യൻറ്റ് ഹാലോപിരിഡോൾ ഡ്രഗ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലീവോഡോപ്പ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ലീവോഡോപ്പയുടെ ആ ഒരു എഫിക്കസി ഹാലോപിരിഡോൾ എന്ത് ചെയ്യും, കുറയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ 2 ഡ്രഗും നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കാത്തതിൻ്റെ റീസൺ. അടുത്തത് ന്യൂട്രോപ്പിക് ഡ്രഗ്സിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് ആ ഡ്രഗ്സിൻ്റെ പേരുകൾ മാത്രം എഴുതിയാൽ മതി. അടുത്തത് ഓപ്പിയോയിഡ് റിസപ്റ്റാറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മ്യൂ, കാപ്പ, ഡെൽറ്റയാണ് റിസപ്റ്റാർ. അതിൻ്റെ അഗോണിസ്റ്റിൻ്റെ പേര്, ആൻറ്റഗോണിസ്റ്റിൻ്റെ പേര് എഴുതുക. ദെൻ ഓപ്പിയോയിഡ് അനാലിസിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അടുത്തത് ഓപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റിൻ്റെ നെയിമാണ് ചോദിച്ചിരിക്കുന്ന 2 എണ്ണം. ദെൻ അടുത്തത് പെത്തിഡിൻ ഈസ് ലെസ് പൊട്ടൻറ്റ് ബട്ട് ഈക്വലി എഫിഷ്യസ് അനാൽജസിക് ആസ് മോർഫിൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പെത്തിഡിൻ എന്ന് പറയുന്ന ഡ്രഗ് നമ്മുടെ
മോർഫിൻ്റെ അത്രയ്ക്കും പൊട്ടൻസി ഇല്ല, പക്ഷേ ഈക്വൽ എഫിക്കസി ഉണ്ട്. അതായത് ആസ് എൻ അനാൽജസിക് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് പെപ്റ്റിഡിൻ്റെ അതേപോലെ, മോർഫിൻ എങ്ങനെയാണോ അനാൽജസിക് എഫക്റ്റ് തരുന്നത് അതേ സെയിം ലെവലിൽ അല്ലെങ്കിൽ അത്രയും എഫിക്കസിയിൽ പെപ്റ്റിഡിനും അനാൽജസിക് എഫക്റ്റ് തരും. പക്ഷേ അതിൻ്റെ പൊട്ടൻസി കുറവാണ്, ലെസ് പൊട്ടൻ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മീൻ ചെയ്യുന്ന ഒന്നുമില്ല, രണ്ട് ഡ്രഗിൻ്റെയും അനാൽജസിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ അനാൽജസിക് എന്ന് പറയുന്ന ആ ഒരു പെയിൻ റിലീഫ് ഉണ്ടാക്കാനുള്ള കഴിവ് രണ്ടിനും സെയിം ആണ്. പക്ഷേ പെപ്റ്റിഡിൻ എന്ന് പറയുമ്പോൾ പൊട്ടൻസി കുറവാണ്, ലെസ് പൊട്ടൻ്റ് ആണ്. മോർഫിൻ എന്ന് പറയുമ്പോൾ മോർ പൊട്ടൻ്റ് ആണ്. കുറച്ച് ഡ്രഗ് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും. സോ ഈ ഒരു ഡ്രഗ് പൊട്ടൻസിയിൽ ഡിഫറൻസ് ഉണ്ട്, ബട്ട് എഫിക്കസി എന്ന് പറയുന്നത് സെയിം ആണെന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ക്ലിനിക്കൽ സിംറ്റംസ് ഓഫ് മോർഫിൻ പോയ്സണിങ് ആണ്. അപ്പോൾ സിംറ്റംസ് പ്ലസ് ട്രീറ്റ്മെൻറ്റും കൂടെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ദെൻ അഡിക്ഷനും, ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ഡ്രഗ് ടോളറൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതുപോലെ ഡ്രഗ് ഡിപ്പെൻഡൻസ്, അതുപോലെ ഡ്രഗ് ടോളറൻസ് ഒക്കെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഏതെങ്കിലും ഒരു ഡ്രഗ് ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഈ ടോളറൻസ് ഉണ്ടാക്കുന്ന ഡ്രഗിനൊരു എക്സാമ്പിളും കൂടെ നോക്കുക. ദെൻ ഡിപ്പെൻഡൻസും അബ്യൂസിൻ്റെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം എന്തുകൊണ്ട് ഇത് വരുന്നു, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇനി ഏതൊക്കെ ഡ്രഗാണ് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ ഡ്രഗാണ് ടോളറൻസ് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ ഡ്രഗാണ് അബ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതൊക്കെയാണ്, ഇതിന് എക്സാമ്പിളും കൂടെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 5th യൂണിറ്റിൽ നിന്ന് വരുന്നത്.